നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തൃശ്ശൂരിലെ ജ്ഞാനാശ്രമ വളപ്പിൽ പ്രവർത്തിക്കുന്ന നന്ദിഗൗര ഗോശാലയിലെ വിശേഷങ്ങളുടെ തുടർച്ചയാണ് നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം. 100-ലേറെ നാടൻ പൈക്കളെ പ്രകൃതിയോട് ചേർത്തു നിർത്തിക്കൊണ്ടുള്ള നന്മയുടെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടാണ് ഈ ഒരു ഗോശാല മുന്നോട്ട് പോകുന്നത്. സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ 5 പ്രാവശ്യം ഷിഫ്റ്റിങ് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ 6ാമത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ വെച്ചിട്ടാണ് 2017 ഒരു കാസർഗോഡ് കുള്ളൻ പശുവിനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആരംഭം ഉണ്ടായത്. നാടൻ പശുക്കളെ വളർത്തുന്നത് ഒരുപാട് നല്ലതാണെന്ന് ഗുരുവിൽ നിന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം ഞാനൊരു 15ഓളം പശുക്കളെ പല വിധത്തിൽ പൈസ കൊടുത്ത് വാങ്ങുകയുണ്ടായി. പിന്നീടെല്ലാം ഇപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും പശുക്കളിൽ 80ഓളം പശുക്കൾ ഇവിടെ പ്രസവിച്ച മക്കൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂടെ ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹം, സന്തോഷം, നമ്മളിവരുടെ അടുത്ത് ചെല്ലുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എനർജിയാണ്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണത് നമുക്ക്. അതുകൊണ്ട് ബിസിനസ് സ്ഥലമേ അല്ല, എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ സംരക്ഷിക്കുക, പിന്നെ ഇവരുടെ പഞ്ചവയം കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാക്കാം, മനുഷ്യനും ഗുണം ഉണ്ടാക്കണം, ഇത് പ്രചരിപ്പിക്കുക, വരും തലമുറകൾ ഇതിനെക്കുറിച്ച് അറിയണം, ഇതിൻ്റെ മൂല്യം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആത്മീയ തലത്തിലും കൂടെ സനാതനധർമ്മത്തിൻ്റെ തലത്തിലും കൂടെ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം ഈ ഗോശാലയുടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് രീതിയിലല്ല ഇത് നമ്മൾ നടത്താൻ കാരണം ഉണ്ടായത്. വന്നു ചേർന്നതാണ് പ്രകൃതിയിൽ നിന്നെന്ന് പറയാൻ വേണ്ടി വരും. കാരണം എനിക്കിതിനെക്കുറിച്ചൊക്കെ ആദ്യമൊന്നും ഒന്നും അറിയുണ്ടായിരുന്നില്ല. ഒരു പശുവിലും തുടങ്ങി അങ്ങനെ ആ സ്നേഹം കണ്ട് കുറച്ച് അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് പല തരമുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ പലതരത്തിലുള്ളവരെ വാങ്ങിച്ചു. ഈ സെക്ഷനിൽ നമ്മുടെ കേരളത്തിലെ നാടൻ പശുക്കൾ, മെയിനായിട്ട് കാസർഗോഡ് കുള്ളൻ പശുക്കളെയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ കൃഷ്ണവാലി ഉണ്ട്, അവിടെ ഉള്ളിലൊക്കെ അവർ അതിൻ്റെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു നമ്മൾ സെപ്പറേറ്റ് ഫെൻസിങ് കെട്ടിയിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഗിർപശുക്കൾ ഒരു ഭാഗത്ത്, വെച്ചൂർ ഒരു ഭാഗത്ത്, കാസർഗോഡ് കുള്ളൻ ഒരു ഭാഗത്ത്. അങ്ങനെയാണ്. ഇത് മുഴുവനും നമ്മളുടെ കൃഷ്ണനുണ്ട്. നേരത്തെ അഷ്ടമിരോഹിണിക്ക് കയറി വന്ന കൃഷ്ണൻ്റെ കുട്ടികളാണ് കൂടുതലായിട്ട്. പിന്നെ ഇപ്പോൾ ബുൾസുകൾ ആയിട്ടുണ്ട്. ഇതെല്ലാം കൃഷ്ണൻ്റെ കുട്ടികളാണ്. ഗിർപശുക്കൾ കുറേയും കൂടെ ശാന്തരാണ്. നമ്മളുടെ പശുക്കളെ കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഇതിൻ്റെ കാളകൾ കുറച്ച് അഗ്രസീവാണ്. എൻ്റെ അടുത്ത് ഇണക്കുണ്ട്, പക്ഷെ പുറമേ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർ അത്ര സമീപത്തേക്ക് പോകാൻ കുറച്ച് കഷ്ടമുണ്ട്. പക്ഷെ ആർക്കും മൂക്കയറൊന്നും ഇല്ലാണ്ടാണ് നമ്മളിവിടെ നോക്കണത്. ഇവർ ആരെയും കറക്കണില്ല, ചാരിറ്റി പോലെ ചെയ്യുക. ആകെ 1.5 ലിറ്റർ പാലാണ് ഉണ്ടാവുക. ചാണകം മാത്രമാണ് ഇവരുടെയും, നമ്മൾ ചാണകം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഗിർപശുക്കളെ മാത്രം, എക്സസ് പാലുള്ള പശുക്കളുടെ മാത്രമേ പാലെടുക്കുന്നുള്ളൂ. ഇവരുടെ ഭയങ്കര സ്നേഹമാണിത്. അപ്പോൾ കണ്ടോ മക്കൾക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പശുക്കളുടെ, ഈ കേരളത്തിലെ നാടൻ പശുക്കളുടെ പഞ്ചഗവ്യത്തിനാണ് കുറച്ചും കൂടെ പവർഫുൾ എന്നാണ് നമ്മളുടെ ചികിത്സാ രീതിയിൽ നമ്മളുടെ സാറ് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിന് അത്രയും ശക്തിയുള്ളതായിരിക്കും ഇതിൻ്റെ ഗോമൂത്രത്തിൻ്റെ ഗുണങ്ങളും എന്നാണ് പറയണത്. ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. കൃഷ്ണവാലി പശുവാണ് അവൾ, നന്ദിനി. അവിടെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബുള്ളുണ്ട്, രുദ്രനുണ്ട്. പിന്നെ വെച്ചൂർ പശുവിൻ്റെ ബുള്ള്, അവരൊക്കെ അവിടെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ കെട്ടിയിരിക്കുകയാണ്. 3 മണിയാകുമ്പോൾ ഇനി എല്ലാവരെയും ഫീഡിന് വേണ്ടിയിട്ട് ഷെഡിൻ്റെ ഉള്ളിലേക്ക് മാറ്റിക്കെട്ടും. പിന്നെ നമ്മൾ ഇവർക്കൊക്കെ ഇന്ദുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ദുപ്പിൻ്റെ വലിയ കല്ലുകൾ ഗോശാലയിലെ മൂലയിലൊക്കെ വെക്കുന്നു. അത് അവർ ആവശ്യം വരുമ്പോൾ, അതെല്ലാം വേണം അവർക്ക് ആവശ്യം വരുമ്പോൾ, കാൽസ്യമൊക്കെ ആവശ്യം വരുമ്പോൾ അവർ പോയി സ്വയം നക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്.
2017 ആദ്യമായിട്ട് ഇവളെ ലക്ഷ്മീനെയാണ് നമ്മൾ വാങ്ങിച്ചത്. വീട്ടിലേക്കാണ് വാങ്ങിച്ചത്. ഞങ്ങളുടെ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടീച്ചർ ബിനീഷ് സാറ് അദ്ദേഹം കാണിച്ചു തന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചത്. അദ്ദേഹത്തിൽ നിന്നും അങ്ങനെ ഒരുപാട് പേര് എനിക്കതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ, സദാനന്ദേട്ടനും ബിനീഷ് സാറും കൂടിയിട്ടാണ് പഞ്ചഗവ്യത്തിൻ്റെ ഗുരുകുലം ഇവിടെ നടത്തുന്നുണ്ട്. അവരിൽ നിന്നാണ് പഞ്ചഗവ്യ ചികിത്സയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. പിന്നെ ഇവളുടെ ഇപ്പോൾ 4 കുട്ടികളായി. അവളുടെ ആദ്യത്തെ കുട്ടിയാണ് അത് ഗൗരി. പിന്നെ അതാ കൃപാമ, ഇവളും അവളുടെ കുട്ടിയാണ്. ഓരോ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇപ്പം 5-6 ഷിഫ്റ്റിംഗ് ആയി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആദ്യം ലക്ഷ്മീനെയാണ് നമ്മൾ കൊണ്ടുപോവുക. ലക്ഷ്മി നമ്മളുടെ ഒരു ഐശ്വര്യമാണ്. ആദ്യമൊക്കെ നല്ലോണം കുത്തുകൂടിയിരുന്നു. അവളുടെ ഒരു കൊമ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സാധുവായി, അമ്മയായി, വയസ്സായി. ഇനി വയസ്സായ പശുക്കളെയൊക്കെ നമുക്ക് മാറ്റിയിടണം. അതിന് കുറച്ച് സ്ഥലമൊക്കെ വേണം. ഇനി അധികം പ്രസവിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എണ്ണം കൂടാതിരിക്കാനൊക്കെ അമ്മ പശുക്കളെയൊക്കെ മാറ്റിയിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെയും ഒന്നിനെയും വിറ്റിട്ടില്ല. നമ്മളുടെ ട്രസ്റ്റിൻ്റെ നമ്മളുടെ ഇതിൻ്റെ ഒരു സങ്കല്പം തന്നെ അതാണ്. മരണം വരെ പശുക്കളെ മുഴുവനും കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആർക്കും നമ്മൾ പുറമേക്ക് വിൽക്കണില്ല. വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അതിന് മൂക്കുത്തും അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ വരണ്ട വിചാരിച്ചിട്ട് നമ്മൾ പശുക്കളെ ഇതുവരെയും ആരെയും വിറ്റിട്ടില്ല. സ്ഥലവും പിന്നെ അതുമാതിരി തന്നെ ഞങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഒന്ന് ശരിയാവുകയാണെങ്കിൽ മാത്രമേ നമുക്കിനി പുറത്തുനിന്ന് എടുക്കണ്ടോ വിചാരിച്ചിട്ടാണ്. നമുക്കതിനുള്ള സാമ്പത്തികം ഇപ്പോൾ ഉള്ളവരെ പോലും നമുക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി കൂടുതൽ പേരെ ഒരുപാട് പേര് ദിവസം പ്രതി കൊണ്ടുവന്നാക്കട്ടെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ ബുള്ളാണ്. മണിയൻ എന്നാണ് ഇവന് പേര്. ഇവനെ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ദാനം നൽകിയതാണ്. ഒരുപാട് സ്നേഹമാണ് അവന്. അവരവിടെ 2 കയറിലൊക്കെ കെട്ടിയിട്ടായിരുന്നു അവനെ അടി ഉണ്ടാക്കിയിട്ട്. ഇവിടെ അവൻ പശുക്കളായിട്ട് കുത്തുകൂടുന്നുണ്ട്. പക്ഷെ നമ്മളത് സ്നേഹിച്ച് കൊല്ലും പറയണ മാതിരിയാണ് അവൻ്റെ കണ്ടില്ലേ. അപ്പോൾ അത്രയും സ്നേഹമാണ്. ഇവൻ്റെ നെറ്റിക്കും ശർക്കരയുടെ മണമാണ്. നല്ല മോനാണ്. ഒരുപാട് സ്നേഹമാണ്. മനിയാ ഇടുവാ മനിയാ, അമ്മ നോക്കിട്ടി മഞ്ഞിനെ, അമ്മ നോക്കിട്ടി മഞ്ഞിനെ. കൈ നക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പൊന്ന നമ്മുടെ സനാതന ധർമ്മത്തിൽ ഈ ഗോക്കൾക്ക് വളരെയധികം നമ്മളുടെ ഈവൻ ജനനം മുതൽ മരണം വരെ പല കർമ്മങ്ങളിലും ഈ പഞ്ചഗവ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചികിത്സാ രീതികളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചഗവ്യത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഗോക്കളെ വളർത്തണം, ഈ പഞ്ചഭൂതങ്ങളോടുള്ള പ്രകൃതിയോടുള്ള കടം വീടാനായിട്ട് ഗോക്കളെ രക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മത്തിൽ പറയുന്നത്. അതാണ് പണ്ട് കാലത്തിൽ രാജാക്കന്മാരുടെയും ഋഷിവര്യന്മാരുടെയും ഒക്കെ ആശ്രമങ്ങളിൽ ഈ ഗോക്കളെ വളർത്താനുള്ള കാരണം അതാണ് ഉണ്ടായത്. നന്ദിഗൗര ഗോശാലയിൽ മാട്ടുപൊങ്കലും അഷ്ടമി രോഹിണിയുമൊക്കെ ആഘോഷ നാളുകളാണ്. നാടൻ പൈക്കൾക്ക് നമ്മുടെ പൂർവികർ നൽകിയിരുന്ന സ്ഥാനം അത് നിലനിർത്തുക എന്നതാണ് കല്യാണി മേനോൻ എന്ന ക്ഷീരകർഷകയും കൂട്ടരും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനമായിട്ട് ഗോശാലയിൽ ഒരു 3 വിശേഷ ദിവസങ്ങൾ വർഷത്തിൽ നമ്മൾ കൊണ്ടാടാറുണ്ട്. ഒരുവിധം വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്തിട്ട് സപ്തഗോമാതാ പൂജ, നന്ദികേശ്വര പൂജ, ഗോപ്രസാദം 5000 രൂപ മാസം അയച്ചിട്ട് ആളുകൾ വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അഷ്ടമി രോഹിണി, ഗോപാഷ്ടമി, മാട്ടുപൊങ്കൽ, ഈ 3 ദിവസം നമ്മൾ സ്പെഷ്യലായിട്ട് ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടാടാറുണ്ട്. ഇപ്പോൾ ഇന്നലെ മാട്ടുപൊങ്കൽ ഇവിടെ വലിയ വിശേഷമായിരുന്നു. 30ഓളം സ്ത്രീകൾ പൊങ്കാല ഇടുകയുണ്ടായി, ഗോപൂജ ഉണ്ടായി, എല്ലാ പശുക്കൾക്കും പ്രസാദം നൽകി, എല്ലാവർക്കും ഭക്ഷണം, അങ്ങനെയൊക്കെ ആയിട്ട് അത് ഒരുപാട് പേര് സഹായിച്ച് സ്പോൺസർ ചെയ്തു തന്നെയാണ് നടന്നു വരുന്നത്.
നമ്മളുടെ ചാരിറ്റബിൾ ട്രസ്റ്റാക്കി ഞങ്ങളിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഗോശാല നടക്കുന്നത്. അപ്പോൾ പ്രിയ ഇതെൻ്റെ മകനാണ്. പ്രിയ എൻ്റെ സ്റ്റുഡൻ്റാണ് യോഗ ക്ലാസ്സിലൊക്കെ. രാവിലെ നമ്മൾ ഇവരെ 5 മണിക്ക് ഇവിടെ ഗോശാല പണികൾ തുടങ്ങുന്നുള്ളൂ. പണിക്കാരുണ്ട്, 6-7 പണിക്കാരുണ്ട് നമുക്ക്. 3-4 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. 5 മണിക്ക് അവർ ഉണർന്ന് ക്ലീനിങ് കഴിഞ്ഞ് എല്ലാ പശുക്കൾക്കും വൈക്കോലോ പുല്ലും നൽകണം. അതിനുശേഷമാണ് കറവുള്ളൂ. കറവ് സൂര്യൻ ഉദിച്ചിട്ടേ നമ്മൾ കറക്കണുള്ളൂ. കുട്ടികൾക്ക് ധാരാളം പാല് കൊടുത്ത ശേഷം കിട്ടുന്ന പാല് മാത്രം നമ്മൾ പുറമേക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൻ്റെ പ്രൊഡക്ട്സ് മോര്, നെയ്യ്, സംഭാരം ഒക്കെ ആക്കി മാറ്റി കഴിയുന്നത് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 തരം മിൽക്ക് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആ കാര്യമാണ്. A1 മിൽക്ക്, A2 മിൽക്ക്. അത് ജേഴ്സി പശുക്കളുണ്ടല്ലോ, ഹൈബ്രിഡ് പശുക്കളിൽ നിന്ന് കിട്ടുന്ന A1 മിൽക്കാണ്. ഇത് A2 മിൽക്ക്. അത് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ അത് വിദേശരും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് 2 ടൈപ്പ് പാലുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും കാലിത്തീറ്റ അങ്ങനെ ഒന്നും കൊടുക്കാതെ ഇവരെ വളർത്തുന്നു. പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന നമ്മുടെ അമ്മയുടെ പാല്, ആടിൻ്റെ പാല്, എരുമ, അതുപോലെ നാടൻ ഗോക്കളുടെ പാല്, ഇത് മുഴുവനും ദഹിക്കാൻ മനുഷ്യ ശരീരത്തിന് കൺസ്യൂം ചെയ്യാൻ വളരെ എളുപ്പവും വയറിന് വളരെ നല്ലതും കുഞ്ഞു കുട്ടികൾക്ക് പോലും ദഹിപ്പിക്കാനായിട്ട് ശരീരത്തിന് കൺസ്യൂം ചെയ്യാൻ വളരെ ഈസിയുള്ള പാലാണ് ഈ നാടൻ ഇൻഡിജിനസ് ബ്രീഡ്. ദേശി കൗ എന്ന് പറയും. മറ്റേത് വിദേശി പശുക്കൾ, ഇത് ദേശി പശുക്കൾ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് നമുക്ക് അനുഭവമുള്ളത്. ഇവരുടെ സൂര്യകേതു നാഡി എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ കാണാം. നമുക്ക് ഈ നാടൻ പശുക്കൾക്ക് കൂനുണ്ട്. അപ്പോൾ നട്ടലിന് കൂടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇതിൽ കൂടെ സൂര്യപ്രകാശം തട്ടുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ സൂര്യൻ്റെ എനർജി ഇവർ കൺസ്യൂം ചെയ്യുന്ന പറയണ ഈ സൂര്യനാഡ്യകേതു വഴിയിൽ. അങ്ങനെ ഇവരുടെ പഞ്ചഗവ്യത്തിൽ ഇതിൻ്റെ ഗുണം ഉണ്ടാവും. പാലിൽ, മോരിൽ, നെയ്യിൽ, എല്ലാ ഗവ്യങ്ങളിലും ഇതിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ്. ഈ സൂര്യൻ്റെ ശക്തി, എനർജി കൂടെ നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക്, മരുന്നുകൾക്ക്, ആയുർവേദ ഡോക്ടർമാരുടെ ചികിത്സയ്ക്കൊക്കെ നാടൻ പശുവിൻ്റെ പാല്, നാടൻ പശുവിൻ്റെ മോരിൽ ആയുർവേദ ചികിത്സയിൽ ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. വളരെ ഔഷധ ഗുണമാണ്. വൈറസ് സംബന്ധമായിട്ട് നമ്മൾ ഈവൻ ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് ഒക്കെ കഴിച്ചാലും മോര് സ്ഥിരം കഴിക്കുന്നവർക്ക് വൈറസ് സംബന്ധമായ അസുഖങ്ങൾ നാടൻ മോരിന് അത്രയും പാലിനേക്കാളും ഔഷധ ഗുണമാണെന്നാണ് പറയുന്നത്. ഇത് കാൻഗ്രിഡ്ജ് ഇനത്തിൽ പെട്ടതാണ്. മഹാലക്ഷ്മി പറയും. മഹാലക്ഷ്മി എന്നവളുടെ പേര്. ലക്ഷ്മി പോലെ. അപ്പോൾ അവളുടെ മോനാണ് ഇവിടെ ഉണ്ട്. വലിയ ഒരു ബുള്ളുണ്ട്. കാൻഗ്രിഡ്ജിന് ശരിക്കും ഇങ്ങനെ വലിയ കൊമ്പൊക്കെ ആയിട്ടേ ശരിക്കും നമ്മളുടെ ഗോശാലയുടെ കാവൽക്കാർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക്. അവരെ പരിപാലിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതിലുപരിയാണ്. ഓടിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് ഓടി വരുന്ന കാണുമ്പോഴേ സുഖമില്ലേ. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് അവരൊന്ന് തൊട്ട് തലോടി നിന്നാൽ നമ്മുടെ വിഷമം മുഴുവൻ മാറും. അതിനായിട്ടൊരു സമയം കണ്ടെത്താൻ പലർക്കും പറ്റി അത്രയും നല്ലതാണ്. ഇവൻ്റെ പേര് കട്ടപ്പ എന്നാണ്. ഇവന് ജയകുമാർജി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അത്താണിയിൽ, ഇവിടെ അടുത്ത് തന്നെയാണ്. അദ്ദേഹം ദുബായിൽ പോയപ്പോൾ വീട്ടിൽ നോക്കാൻ പറ്റാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ദാനം തന്നതാണ് അവനെ. ഇവൻ വില്ലാദ്രി ഇനത്തിലുള്ള കാളയാണ്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവരുടെ കൊമ്പ് കണ്ടോ, വില്ലിൻ്റെ ഷേപ്പിൽ വളഞ്ഞു വരുന്നതാണ് പറയണത്. അങ്ങനെയാണ് വില്ലുവാദ്രിയുടെ പശുക്കൾ, വില്ല് പോലെ വളഞ്ഞ കൊമ്പുകളുള്ള കാളകൾ. ഇവിടെ സാധാരണയായിട്ട് ഇപ്പം ആളുകൾ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. മാസത്തിൽ ഒരു 300 രൂപ 500 രൂപയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിൽ നിന്നും സ്ഥിരമായിട്ട് അയച്ചു തരണവരുണ്ട്. പിന്നെ കുറച്ച് പേര് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഓരോ പശുക്കളുടെ ഒരു മാസത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 5000 രൂപയായിട്ട് അവനവന് സാധിക്കണ പോലെ സഹായിക്കണവർ ഉണ്ട്. ശ്രാദ്ധം, അതുമാതിരി നമ്മളുടെ സ്പെഷ്യൽ ഡേയ്സിൽ വെഡിങ് ആനിവേഴ്സറി, പറന്നാളുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പശുക്കൾക്ക് ഇത്രയും പശുക്കൾക്ക് നമ്മൾ ഗോപ്രസാദം
എന്ന് പറഞ്ഞിട്ട് ഗോപൂജ ചെയ്ത് പശുക്കൾക്ക് മുഴുവനും സ്പെഷ്യൽ ഫുഡ്, ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, സൈലേജ്, റൊട്ടി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ, ചപ്പാത്തി അങ്ങനെയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞു വന്നിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണം. എന്നാലും നമുക്ക് ഇനിയും ആളുകൾ ഈ കൂടുതലായിട്ട് വരികയും ഇതിനെക്കുറിച്ച് അറിയുകയും ഇത് ഗോദാനം അല്ലെങ്കിൽ ഗോക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസം ഒരു തുക നമ്മളുടെ വീടുകളിൽ നിന്ന് തന്ന് സഹായിക്കും കൂടിയും ചെയ്ത എത്രയോ ജീവനുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. വലിയൊരു ധർമ്മം ചെയ്യാനും നമുക്ക് സാധിക്കും. ആയുർവേദത്തിൽ നാടൻ പൈക്കൾക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്നിരിക്കെ അവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ കല്യാണി മേനോൻ ഏറെ പ്രാധാന്യം നൽകി വരുന്നു. പഞ്ചഗവ്യത്തിൽ അധിഷ്ഠിതമായ ഓരോ ഉൽപ്പന്നങ്ങളും ഒന്നിനൊന്ന് മികച്ചവ തന്നെ. കാളകളെ സംരക്ഷിച്ചാൽ എല്ലാവരും ചോദിക്കും, ഇതുകൊണ്ട് എന്താ ഗുണമില്ലല്ലോ, നിങ്ങൾ എന്തിനാ വളർത്തണമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ, പഞ്ചഗവ്യ ചികിത്സയും പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതും കുറേ അധികം പഠിച്ചു. അതിനെക്കുറിച്ചിട്ട് ഒരു 10-100ഓളം പ്രൊഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. എസ്പെഷ്യലി ചാണകത്തിനെ അത് കമ്പോസ്റ്റ് ആക്കിയിട്ടും പത്തല കഷായമാക്കിയിട്ടും ജീവാമൃതം, ബീജാമൃതം, ഇങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ചാണകം, ഗോമൂത്രമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചാണകം ഉപയോഗിച്ചിട്ടുള്ള ധൂപത്തി, സാമ്പ്രാണിക്കപ്പ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പരീക്ഷിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അതിൻ്റെ സാമ്പത്തികമായിട്ട് നമുക്കത് പുറത്തിറക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെ തീർച്ചയായും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ടിരിക്കുന്നത്. ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ വെയിൽ കൊണ്ട് മേഞ്ഞ് വരുന്ന പശുക്കളുടെ ഗോമൂത്രം പിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പിടിക്കുന്നത് സന്ധ്യ തൊട്ടിട്ട് പ്രഭാതം വരെയുള്ള സമയത്തിലാണ് പിടിക്കുന്നത്. മെയിനായിട്ട് രാവിലെ തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പവറ് പോകുന്നതാണ് ശാസ്ത്രം. അപ്പം മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ, കർത്തവാവ്, അമാവാസ്യ ദിവസങ്ങളിലൊന്നും പിടിക്കില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഗോമൂത്രം ഇങ്ങനത്തെ ഫുഡ് ഗ്രേഡായിട്ടുള്ള പാത്രങ്ങളിൽ നമ്മൾ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അർക്കുണ്ടാക്കുന്നുണ്ട് നമ്മൾ. പിന്നെ കുറച്ചൊക്കെ ഓരോ പഞ്ചഗവ്യ സിദ്ധന്മാർ, വൈദ്യന്മാർ അവരൊക്കെ കൊണ്ടുപോകുന്നു മരുന്നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ധർമ്മത്തിൽ പറയണത് ഗോമയേ വസതേ ലക്ഷ്മി, ഗോമൂത്രേ ധന്വന്തിരി എന്നാണ് പറയണത്. ഗോമയേ വസതേ ലക്ഷ്മി പറഞ്ഞാൽ ചാണകത്തിൽ ലക്ഷ്മി ദേവി വസിക്കണമെന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഗോമാതാക്കളെ പൂജ ചെയ്യുമ്പോൾ ഗോമാതാക്കളുടെ പുറകിലാണ് പൂജ ചെയ്യുക. നമ്മൾ വീട്ടിലൊക്കെ അടിച്ചു തെളിക്കാനുമ്പോൾ ചാണകം തെളിച്ച് മെഴുകണം, ചാണകം തെളിച്ച് ഇതാക്കണം എന്നൊക്കെ പറയാൻ കാരണം ആ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ള സങ്കല്പമാണ്. അതിന് പിന്നെ ആൻറ്റിസെപ്റ്റിക് വാല്യൂവും ചാണകത്തിനുണ്ട്. അതാണ് പണ്ടൊക്കെ ചാണകം മെഴുകിയ തറയിൽ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ ഗോമൂത്രം അർക്കാക്കി മാറ്റും. എന്നുവെച്ചാൽ തിളപ്പിച്ച് അതിൻ്റെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണ്. അത് ദിവസവും കുറച്ച് കഴിച്ചാൽ വളരെ നല്ലതാണെന്ന് പറയുന്നു. നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. സപ്ലിമെൻ്ററി ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് അവയവത്തിനാണോ അസുഖം വരുന്നത് അതിനെ ബാലൻസ് ആക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഗോശാലയിൽ പോയി, ഗോശാലയിൽ ഗോക്കളെ പരിചയപ്പെട്ടു, അവരുടെ ഭക്ഷണ രീതിയും പരിപാലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഗോശാലയിൽ നിന്നുള്ള പഞ്ചഗവ്യം നമ്മൾ തൃശ്ശൂർ അയ്യന്തോളുള്ള എൻ്റെ വീടിനോട് ചേർന്ന് പഞ്ചഗവ്യ പ്രൊഡക്ട്സ് ഉണ്ടാക്കണ ഒരു യൂണിറ്റ് നമുക്കുണ്ട്. അവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ 50ഓളം പഞ്ചഗവ്യ പ്രൊഡക്ട്സ് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഹവൻ ധൂപ് എന്ന് പറയുന്നു. ധൂപത്തി നമ്മളുടെ പശുവിൻ്റെ ചാണകപ്പൊടി, പച്ച ചാണകവും ചാണകപ്പൊടിയും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. കൂട്ടത്തിൽ ഹോമം ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ചേർത്ത് പൊടിച്ച് നമ്മൾ മെഷീൻ വെച്ച് ഇവിടെ തന്നെ അടിച്ചുണ്ടാക്കണ ധൂപത്തിയാണത്. ഇത് നാടൻ പശുവിൻ്റെ ഭസ്മം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാണകം തിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ചാണകം പുലർച്ചെ
വരുന്ന ചാണകം കഴിയുന്നതും താഴെ വീഴാതെ എടുത്ത് ചാണകവരലി ഉണ്ടാക്കി ഒരു പ്രാവശ്യം കത്തിക്കുന്നു, വീണ്ടും അത് നമ്മൾ ഉരുട്ടി വീണ്ടും 2 പ്രാവശ്യം സ്ഫുടം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഭസ്മമാണ്. എല്ലാ നെഗറ്റിവിറ്റിയും ശരീരത്തിൽ വലിച്ചെടുക്കാനായിട്ട് ഈ ഭസ്മത്തിന് കഴിവുണ്ട്. ഇത് ടൂത്ത് പൗഡറാണ്. നമ്മൾ ഇവിടെ ഭസ്മം ഉപയോഗിച്ചിട്ടാണ് ഈ ടൂത്ത് പൗഡർ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ വായിലുണ്ടാവുന്ന ഒരുപാട് അണുബാധകൾക്കും പ്രോബ്ലങ്ങൾക്കും ഒക്കെ ഇത് വളരെ ഫലവത്തായിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നമ്മൾ അയമോദകം, കർപ്പൂരം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട്, ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടൂത്ത് പൗഡറാണ്. ഇത് അംഗരാഗം എന്നാണ് പറയണത്. അംഗങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ബോഡി പാക്ക്. ബോഡി നമ്മൾ പണ്ടക്കാലത്ത് ചെറുപയർ പൊടിയൊക്കെ തേച്ച് കുളിക്കണ മാതിരി തന്നെ നമ്മൾ പഞ്ചഗവ്യം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബോഡി പാക്കാണ്. സ്കിൻ പ്രോബ്ലംസിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് അംഗരാഗം നമ്മൾ പറയുന്നത്. ഒറിജിനൽ വെളിച്ചെണ്ണയിൽ ഭസ്മം നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന സോപ്പാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് പാക്ക് ഉണ്ട്. ആ ഫേസ് പാക്ക് വളരെ വെണ്ണ ചേർത്തിട്ടുള്ള ഫേസ് പാക്ക്, ഒറിജിനൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുള്ള സോപ്പാണ്. ഒരുപാട് സ്കിൻ ഇഷ്യൂസിന് ഒരുപാട് പേർക്ക് അത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഇത് നമ്മളുടെ പശുക്കളുടെ A2 മിൽക്ക് നമ്മൾ കൊണ്ടുവരുന്ന പാലിൽ നിന്ന് ട്രഡീഷണൽ വേദിക് മെത്തേഡ് എന്ന് പറയും. ആ പാല് കാച്ചി കുറുക്കി ഒഴിച്ച് മെഷീൻ വെച്ച് ആദ്യം കലക്കുന്നു, അത് കഴിഞ്ഞ് കടകോല് വെച്ച് കലക്കി വെണ്ണ ഉണ്ടാക്കുന്നു. വെണ്ണയും കൊടുക്കാനുണ്ടാവും. പിന്നെ നമ്മൾ അതിൽ നിന്നുണ്ടാക്കുന്ന നെയ്യാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ നെയ്യ്. എന്നും രാവിലെ ഒരു സ്പൂൺ ഇപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്, മരുന്ന് പോലെ തന്നെ. അതുപോലെ തന്നെ അതുപയോഗിച്ച് ആ വെണ്ണ നീക്കിയ മോരിന് പാലിനേക്കാളും ഔഷധ ഗുണമെന്ന് പറയുന്നു. ആ മോരുണ്ട്. അതുപോലെ തന്നെ അതുപയോഗിച്ച് നമ്മൾ സംഭാരവും ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഗോക്കളുടെ ചാണകം, പച്ച ചാണകത്തിൽ ഹോമദ്രവ്യങ്ങൾ, ചാണകപ്പൊടി ഉപയോഗിച്ചും ചെയ്യാം. ഹോമദ്രവ്യങ്ങളും നെയ്യ്, പഞ്ചഗവ്യം മുഴുവനും ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പ്രാണി കപ്പാണ്. ഇങ്ങനെ കപ്പ് രൂപത്തിൽ മെഷീനിൽ അടിച്ച്, നമ്മുടെ അടുത്തുണ്ട്, അതിൻ്റെ മെഷീനിൽ അടിച്ച് വരും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോമദ്രവ്യങ്ങൾ, കുന്തുരുക്കം, നമുക്ക് എന്ത് സ്മെല്ലാണോ ഇഷ്ടം അത് നമുക്ക് ചെയ്ത് വെച്ച് വീട്ടിൽ കത്തിക്കുമ്പോൾ ഒരു ഹോമം വീട്ടിൽ ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് നമ്മളുടെ ഗോക്കളുടെ തന്നെ രാവിലെ ഏർലി മോർണിംഗിൽ ചാണകവരലിയാക്കി മാറ്റുകയാണ്. അത് രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ആക്കണം. ഇതിൽ പുഴുക്കൾ, പ്രാണികളൊന്നും വരാൻ പാടില്ല. ഉച്ചയ്ക്ക് ശേഷം മറിച്ചിടണം, എന്നാലേ ഇത് ഹോമത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ തന്നെ അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ ചെയ്യാനായിട്ട് ഇത് പല ചെറിയ സ്ക്വയർ ടൈപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ശുദ്ധമായ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യിൽ നിന്ന് ഉണ്ടാക്കുന്ന നാസികൗഷധി വെയിലത്ത് വെച്ചിട്ട് 60 ദിവസം പ്രോസസ്സ് ചെയ്തിട്ട് പഞ്ചഗവ്യങ്ങൾ മാറി 15 ദിവസം ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂക്കിലെ ഓരോ ഡ്രോപ്പുകൾ അലർജി പ്രോബ്ലങ്ങൾക്കൊക്കെ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന വലിയൊരു ഔഷധിയാണ് നാസികൗഷധി. നമ്മുടെ നാഡീ സിസ്റ്റത്തിനെ പവർഫുള്ളാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ കാർഷിക മേഖലയിൽ പലതരം വളങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മെയിനായിട്ട് നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് പറയും. ടെർമ ചാണകപ്പൊടിയിൽ വേപ്പും പിണ്ണാക്കും കൂടി ചേർത്തുണ്ടാക്കുന്ന കമ്പോസ്റ്റാണത്. 30 ദിവസമൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് 15 തൊട്ട് 30 ദിവസം വരെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ബയോ മിക്സുകളുണ്ട്. ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ പലതരം വളങ്ങൾ ചേർത്ത് നമ്മൾ കോക്ടെയിൽ മിക്സായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പഞ്ചഗവ്യമുണ്ട്, ജീവാമൃതം, ബീജാമൃതം തുടങ്ങി കാർഷിക മേഖലയിലും പത്തല കഷായം, അങ്ങനെ പലതും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മെഷീൻ യൂണിറ്റിൽ ഗോമൂത്രം ഗോക്കളിൽ നിന്ന്, ഗോശാലയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം അത് ശുദ്ധീകരിക്കുന്ന ഒരു മെഷീനാണ്. ഇതുപയോഗിച്ച് നമ്മൾ വിവിധ തരം മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി, സപ്ലിമെൻറ്റ്സ്, ബൂസ്റ്റേഴ്സ്, നമ്മുടെ വിറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗോമൂത്രത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന മെഷീനാണത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് മെഷീൻസ് നമ്മുടെ യൂണിറ്റിലുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ ധൂപത്തി, സാമ്പ്രാണി കപ്പ്, ചട്ടികൾ അതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീൻസാണ്.
നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് 19ഓളം പ്രൊഡക്ട്സിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ്. ഇതൊക്കെ മുഴുവനും നമുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം പര്യാപ്തത ഗോശാലയ്ക്ക് നേടാനും ഗോക്കളെ സംരക്ഷിക്കാനും സാധിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ നമ്മളെ നേരിട്ട് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞുമുള്ള ആളുകൾ വന്ന് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കുടിൽ വ്യവസായം ചെറിയ രീതിയിൽ നമുക്കിത് വിൽപ്പന ചെയ്യാനേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്ക് സ്വന്തമായ ഒരു സ്ഥലമൊക്കെ ഗോശാലയ്ക്കായിട്ട് വലിയ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ സങ്കല്പവും സ്വപ്നവും. ഇപ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ 5 സ്ഥലം ഷിഫ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ 6ാമത്തെ ഇടത്തിലാണ് നിൽക്കുന്നത്. ഓരോ സ്ഥലം ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് സൗകര്യങ്ങൾ പല രീതിയിൽ വെള്ളം, ഇലക്ട്രിസിറ്റി, ഷെഡുകൾ, അങ്ങനെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ലയബിലിറ്റീസ് നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ നമുക്ക് അസൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് മാറേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിരിക്കണു. റെൻ്റൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ 2 വർഷമായിട്ട് നമുക്ക് വാടകയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സ്വന്തമായ ഒരു സ്ഥലത്തേക്ക് ആരും ഗോക്കളെ ഇറക്കി വിടാത്ത ഗോശാലയ്ക്ക് സ്വന്തമായ ഒരു സ്ഥലം കിട്ടുക, അവിടെ അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഓടിട്ടിട്ടുള്ള ആളുകൾക്ക് വന്ന് കാണാൻ പറ്റുന്ന കേരള തനിമയിലുള്ള ഷെഡുകൾ പണിത് അഴിച്ചു വിട്ടിട്ട് ഇവരെ സംരക്ഷിക്കുക. സ്വന്തം സ്ഥലം ആരും എൻ്റെ കാലം കഴിഞ്ഞാലും ഇവർ വഴിയിലിറങ്ങാതെ ഉള്ള ഒരിടം ഞങ്ങളിപ്പോൾ, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്വപ്നവും സങ്കല്പവും. ഒട്ടേറെ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് കല്യാണി മേനോൻ എന്ന ക്ഷീരകർഷക 100ലേറെ നാടൻ പശുക്കളെ തൻ്റെ മക്കളെപ്പോലെ പരിപാലിക്കുന്നത്. കൂടുതൽ പൈക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിവിശാലമായ ഒരാമ്പാടി. കല്യാണിയുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം വിദൂരത്തിലല്ല. ഇതുപോലുള്ള കാർഷിക മുന്നേറ്റങ്ങൾ നാടാകെ പടരട്ടെ. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.